ഈച്ചകളെ പൂർണ്ണമായും നമ്മുടെ വീട്ടിൽ നിന്നും ഓടിക്കാൻ ദാണ്ടെ ഈ ഒരു ചക്ക മതി. ഞാൻ ചെയ്യുന്ന പല വീഡിയോകളിലും കമൻ്റായിട്ട് വന്നിട്ടുള്ളതാണ് ഈച്ചയെ എങ്ങനെയൊന്ന് തുരത്താൻ പറ്റുമെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈച്ച വലിയ ശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മഴക്കാലം ആയപ്പോഴത്തേനും ഇഷ്ടം പോലെ ഈച്ച നമ്മുടെ അടുക്കളയിൽ മാത്രമല്ല കേട്ടോ, ഇത് ഹാളിലൊക്കെ വരികയും അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമിനകത്തൊക്കെ വരികയൊക്കെ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഈച്ചയെ കൊല്ലാൻ വലിയ പാടാണ്. നമ്മളിപ്പം അടിച്ചു കൊല്ലാനോ അതുപോലെ തന്നെ ഇല്ല മൊസ്കിറ്റോ ബാറ്റ് വെച്ചൊക്കെ അടിച്ചാൽ പോലും ചിലപ്പോൾ ഇതിനെ കിട്ടിയെന്ന് വരത്തില്ല. അപ്പം നമുക്ക് ഈച്ചകളെ പൂർണ്ണമായിട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ച് നീക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം പറഞ്ഞ പോലെ നമുക്കൊരു ചക്ക വേണം. അപ്പം ഇപ്പോൾ അറിയാലോ, ഇഷ്ടം പോലെ ചക്ക എല്ലാ വീടുകളിലും ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പം ഇന്ന് ചക്ക വെച്ചാണ് നമ്മളിന്ന് ഈ പറഞ്ഞ ഈച്ചകളെ പൂർണ്ണമായിട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് തുരത്താൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടാവും, കാര്യം ഈ ചക്ക വെച്ച് എങ്ങനെ ഈച്ചയെ തുരത്താമെന്ന്. പക്ഷേ നേരെ കണ്ടോ, ഞാനിപ്പം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞ സാധനം ഇതാണ്. ഇത് ചക്ക അരക്കാണ് കണ്ടോ. ചക്ക അരക്ക് ഇതൊരു പേപ്പറിലേക്ക് ഇങ്ങനെ തുടച്ചെടുത്തതിന് ശേഷം ഞാനിത് ഹോളിൽ കൊണ്ടുവച്ചതാണ് കേട്ടോ. ഹോളിൽ ഭയങ്കര ഈച്ച ശല്യമായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇതിൽ വന്നിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. ഇതിൽ നിന്ന് പുറത്തോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഇത് ലോക്കായിരിക്കും. ഈച്ചകളെ സുഖമായിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കണ്ടോ, ഇവിടെയൊക്കെ ഒരു ഈച്ച കണ്ടോ ഭയങ്കരമായിട്ട് പോകാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്, പക്ഷേ നടക്കത്തില്ല. ഇതിൽ നല്ലപോലെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പം എല്ലാ വീടുകളിലും ഈച്ചകളുടെ ഭയങ്കര ശല്യമാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെയൊക്കെ ഈച്ചകൾ കിടന്ന് പറകുന്നുണ്ട്. അപ്പം നിങ്ങളിതൊന്ന് ഉറപ്പായിട്ടൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ, ഭയങ്കര റിസൾട്ടാണ്. ഇത് കുറേ കഴിയുമ്പോൾ ഇതിലിരുന്ന് ചത്തുപോകും. അങ്ങനെ കുറച്ചധികം ചക്കയിറക്ക് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ വന്ന് അതിൽ പറ്റി പിടിച്ചിരിക്കും. പിന്നെ അതുപോലെ തന്നെ അഥവാ ഇതിലേക്ക് വരുന്നില്ലെങ്കിൽ കുറച്ച് പഞ്ചസാര, ഇതുണ്ട് ഇതിനകത്ത് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്, കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി. ഇത് നല്ല രീതിയിൽ പിന്നെ ഇതിൽ വന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും, ഇവിടെ നിന്ന് ചത്തു പോയിക്കോളും.